മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനെ എല്ലാവരും കൂടി ആട്ടിപ്പായിക്കുന്നത് കണ്ടിട്ട് കണ്ണനും മഹാലക്ഷ്മിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമമാകുന്നുണ്ട്. ഇനി അവളുടെ ജീവിതം നമ്മൾ കാരണം ഇരുട്ടിലേക്ക് പോകണ്ട, ഇപ്പോൾ അവളുടെ അമ്മയും സഹോദരനും നാത്തൂനും എല്ലാവരും കൂടി ചേർന്ന് ആട്ടിപ്പായിക്കുന്നുണ്ട്. ഇനി നമ്മളും കൂടി കൈയൊഴിഞ്ഞാൽ അവളുടെ ജീവിതം എങ്ങോട്ടെത്തും എന്ന് മഹാലക്ഷ്മിയുടെ ആശങ്ക കേട്ടിട്ട് കണ്ണൻ പറയുന്നുണ്ട്. എനിക്കും അതുതന്നെ ആദി. മാത്രമല്ല, ആ മേഘനാഥനെ കുഞ്ഞുനാൾ മുതൽ അവൾ സ്നേഹിച്ചുകൊണ്ട് നടന്നതാ. എന്നിട്ട് അവനാ അവളെ ചതിച്ചത്. അങ്ങനെയുള്ള അവന് ഇതൊന്നും കിട്ടിയാൽ പോരാ, നമുക്ക് അവളോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് അവനിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാനസയും മാർക്കോ പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മഞ്ജുവും മാനസയും കൂടി മേഘനെതിരെ പരാതി കൊടുക്കുന്നുണ്ട്. സാഗറിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട് കണ്ണനും മാർക്കോയും കൂടി ചേർന്ന്. മേഘൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മഞ്ജു ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. മാത്രമല്ല, തൻ്റെ ഫോണിലേക്ക് വന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് പറയുന്നു, ഇയാളൊരു ചതിയനാ. കുട്ടിക്കാലം മുതൽ ഇയാളെ മാത്രം മനസ്സിൽ കൊണ്ടുവരുന്ന പെണ്ണായിരുന്നു ഞാൻ. എന്നെയാണ് ചതിച്ച് ഇയാൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല, അതിലൊരു കുഞ്ഞുണ്ട്. ഇയാൾക്ക് ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്. വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്നെ ചതിച്ചതിന് പകരം ഞാൻ ഇയാളെ ചതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരിക്കലും ഇയാളോടൊപ്പം പോകാൻ താല്പര്യമില്ല. എനിക്ക് സാഗരേട്ടനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമെന്ന് പറയുന്നത് കേട്ടിട്ട് ജാമ്യമൊക്കെ കൊടുത്ത് സാഗറിനെ പുറത്തിറക്കുന്നുണ്ട്. എല്ലാം കൂടി ആയപ്പോഴത്തേക്കും മനസ്സിൻ്റെ താളം തെറ്റുന്നുണ്ട് മേഘന്. മാത്രമല്ല, കേസ് കൊടുത്തപ്പോഴെങ്കിലും മഞ്ജു തന്നോടൊപ്പം ജീവിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. അത് നടന്നില്ല. ഇപ്പം മാനസയും കൂടി അവരോടൊപ്പം ചേർന്നിരിക്കുന്നു. സ്റ്റേഷനിൽ കിടക്കുന്ന മേഘൻ്റെ മുമ്പിലേക്ക് നമ്മുടെ മാർക്കോ വരുന്നുണ്ട്. പണ്ടൊരിക്കൽ മാർക്കോയെ കള്ളപ്പെണ്ണ് കേസിൽ കുടുക്കിയിട്ട് ഒരുപാട് ഷോ കാണിച്ചിട്ടുണ്ട് മേഘൻ. അതിൻ്റെ എല്ലാം കൂടി പലിശ സഹിതം മാർക്കോ കൊടുക്കുന്നുണ്ട്. അന്നൊരിക്കൽ കള്ളപ്പെണ്ണ് കേസിൽ നീ എന്നെ കുടുക്കി ഈ സ്റ്റേഷനിൽ ഇട്ടത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് നീ എൻ്റെ മുമ്പിൽ വന്ന് കുറേ ഷോയൊക്കെ നടത്തിയിരുന്നു. ഇപ്പം നിനക്കൊന്നും പറയാനില്ലേടാ. നിൻ്റെ ചങ്ക് തകർക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചെയ്തില്ലേ? ഇനിയും കണ്ണനെയോ മഹാലക്ഷ്മിയോ ദ്രോഹിക്കാതെ മാന്യമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ഇനി തിരിച്ചു തരാൻ പോന്നേ. ഇനി നീ എന്നെ എന്ത് ചെയ്യാനാടാ? ഇതിലും ഭേദം നിനക്ക് എന്നെ കൊന്നുകൂടായിരുന്നു എന്ന് മേഘനും ചോദിക്കുന്നു. കേസിൽ നിന്ന് ഒഴിഞ്ഞിറങ്ങി വരുന്ന സാഗറിനെയും മഞ്ജുവിനെയും കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരം തറവാട്ടിലേക്ക് തന്നെ ക്ഷണിക്കുന്നു. സാഗർ അത് നിരസിക്കുന്നു. വേണ്ട കണ്ണ സാറേ, ഒരുപാട് നിങ്ങളെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഇനി എനിക്ക് മാന്യമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാളുടെയും സഹായമില്ലാതെ അധ്വാനിച്ച് മഞ്ജുവിനെ പോറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ രണ്ടാളും എന്തുമാത്രം മഞ്ജുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. ആ സ്നേഹത്തിനും കടപ്പാടിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് മഹാലക്ഷ്മി മേഡത്തോട് അന്ന് ഞാൻ ചെയ്തിരുന്നു. അതാ മേഘൻ്റെ കൂട്ടുകെട്ടിലും പൈസയോടുള്ള ആവശ്യം കൊണ്ടുമായിരുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഇന്നും പശ്ചാത്തപിക്കുന്നുണ്ട്. എനിക്കറിയാം ഉടനെയൊന്നും നിങ്ങൾക്ക് എന്നെ മഞ്ജുവിൻ്റെ ഭർത്താവായി ഉൾക്കൊള്ളാനാകില്ലെന്ന്. സാരമില്ല, കാലക്രമേണ മാറിക്കോളും. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി മാന്യമായിട്ട് ജീവിച്ച് കണ്ടാൽ മാത്രം മതിയെന്ന് കണ്ണൻ പറയുന്നു. അത് തന്നെ കണ്ണേട്ട എൻ്റെ ആഗ്രഹം. ആ ചതിയേക്കാളും എന്തുകൊണ്ട് ഭേദമാണ് സാഗർ. സാഗർ അത്രയ്ക്ക് മോശക്കാരനല്ല. കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും സാഗരേട്ടൻ പഴയ രൂപത്തിലേക്ക് പോവില്ലെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഞങ്ങൾ നന്നായിട്ട് ജീവിക്കും, ആരുടെയും സഹായമില്ലാതെ തന്നെ. പിന്നെ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തെയും ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി. അല്ലാതെ സ്വത്തും പണമൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് മഞ്ജു പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നിന്നെ ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്ത് സഹായം വേണമെങ്കിലും മടിക്കാതെ ചോദിക്കാം. സാഗറിനിപ്പോൾ ഒരു ജോലി ഇല്ലെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം. വേണമെങ്കിൽ കമ്പനിയിലേക്ക് നാളെ മുതൽ ജോലിക്ക് വരാം എന്ന് പറയുമ്പം സാഗർ പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല. മാർക്കോ എനിക്കൊരു ജോലി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. തോമസ് വൈദ്യരുടെ ഡ്രൈവറായിട്ടാണ്. തൽക്കാലം അങ്ങനെ പോകാം. എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുതെന്ന് കണ്ണനും പറയുന്നു.